लंबी डगर है पर हिम्मत है संग, पाँव पे छाले हैं सांसें बुलंद, लड़ने चली हूँ आजादी की जंग। बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे, बेखौफ आजाद है जीना मुझे, बेखौफ आजाद है रहना मुझे। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. എന്താ വെച്ചാൽ, ഞാൻ ഇടുക്കി രാജാക്കാട് മുല്ലക്കമനം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അമ്മ, ചേട്ടൻ, ചേച്ചി അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ നല്ലൊരു കഷ്ടപ്പാടുകളായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്തൊരു സാഹചര്യം പോലെയായി. അപ്പോൾ അടുത്ത വീട്ടിലെ ആൻറ്റിമാരാണ് എൻ്റെ അമ്മയെ കൂലിപ്പണിക്ക് വിളിച്ചുകൊണ്ട് പോയി. അത് ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ രാജാക്കാടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ PT മാഷായ രണേന്ദ്ര സാർ എന്നോട് പറഞ്ഞു, നാളെ തൊട്ട് പ്രാക്ടീസിന് വരിക എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോടും ചേട്ടനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സാറിൻ്റെ കൂടെ ട്രെയിനിങ്ങിന് ചേർന്നു. അപ്പോൾ ചെറിയതായിട്ട് 100-200 ഓടിച്ചപ്പോൾ ഞാൻ ഏറ്റവും പുറകിലാണ് വന്നത്. പിന്നെ സാറ് ഒരു ദിവസം കുറച്ച് ലോങ് 2-3 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഞാൻ ചേച്ചിമാരെയൊക്കെ മുന്നേ വന്നു. അപ്പോൾ തൊട്ട് സാറ് പറഞ്ഞു നാളെ തൊട്ട് പ്രാക്ടീസിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ശരി പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സാറ് എനിക്ക് 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും സാറിന് അവിടെ സ്ഥലം മാറ്റമായി. ആ സമയത്ത് ഞാൻ സ്റ്റേറ്റിലൊക്കെ പങ്കെടുക്കാറായിരുന്നു. സാറിൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് സ്ഥലം മാറിപ്പോയത്. മുട്ടം ഗവൺമെൻറ് ഹൈസ്കൂള്. അതിൻ്റെ സാറിൻ്റെ വീട് കരിങ്കുന്നത്താണ്. അപ്പോൾ സാറ് പോയപ്പം പറഞ്ഞു ഞാൻ പ്രീജേനെയും കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു അമ്മ സാറ് പോവുകയാണ്, അപ്പോൾ എവിടെ കോച്ചിങ് തരാൻ വേറെ സാറുമാരില്ല, അപ്പോൾ സാറ് എന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ചേട്ടനും പറഞ്ഞു അപ്പോൾ വീട്ടിലൊക്കെ എന്നാൽ പറയട്ടെ എന്നിട്ട് പോകാം, അച്ഛൻ്റെ വീട്ടിൽ അമ്മയുടെയൊക്കെ വീട്ടിൽ ചെന്ന് പറയട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു വിടാൻ. അപ്പോൾ അമ്മയും ചേട്ടനും പറഞ്ഞു സാരമില്ല, ഒരാളാണെങ്കിലും പോയി രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അങ്ങനെ നമ്മുടെ കുടുംബവും രക്ഷപ്പെടുമല്ലോ, പിന്നെ നീ എവിടെ പോയാലും നിന്നെ തന്നെ ശ്രദ്ധിച്ചോണം എന്ന് എൻ്റെ അമ്മയും ചേട്ടനും അന്ന് പറഞ്ഞു വിട്ടൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാറിന് സ്ഥലമാറ്റമായി മുട്ടം ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയപ്പോൾ സാർ എന്നെയും കൂടി കൊണ്ടുപോയി. സാറിൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നെ ഞാൻ പഠിച്ചത്. അപ്പോൾ സാറിൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എന്നെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാറ് രാവിലെ എന്നെ പ്രാക്ടീസ് കൊണ്ടുപോകും. പിന്നെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകും. സ്കൂളിൽ പോകണമെങ്കിൽ ഒരു 2 ബസ് കയറി പോകണമെങ്കിൽ സാറ് തന്നെ എന്നെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. വൈകുന്നേരം പ്രാക്ടീസിന് പോയി. ഒരു ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇന്ന് ഞാൻ നിർത്തുക. സാറിനോട് പറഞ്ഞില്ല, അതിനിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല ഇന്ന് നീ 1 മണിക്കൂർ ഓടിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അന്ന് എന്നിട്ട് ഞാൻ ആ 1 മണിക്കൂർ ഫുള്ള് ഓടിയിട്ടാണ് പോയത്. അന്ന് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, സാറിൻ്റെ വൈഫിനോട് പറഞ്ഞു ചേച്ചി ഇന്ന് എന്നെ സാറ് 1 മണിക്കൂർ കൂടുതൽ ഓടിച്ചു, അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റൂം അടുത്തടുത്താണ്. അപ്പോൾ സാറ് ഞാൻ എൻ്റെ റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ സാറിൻ്റെ അടുത്ത് ചേച്ചി ചോദിച്ചു എന്തുകൊണ്ടാണ് അവൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ അവൾ ഓടിയില്ലാത്തത്, പിന്നെ എന്തുകൊണ്ട് ഓടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അവൾ ഇന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ നാളെ ഓടുന്ന സമയമ്പോൾ ആ സമയമ്പോൾ അവൾ പറയും അയ്യോ എനിക്ക് വയ്യ നിർത്തണമെന്ന് തോന്നുന്നു, അങ്ങനെ അത് വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം വിഷമമായി, എന്താ എനിക്ക് വയ്യ എന്നിട്ട് സാർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. പിന്നെയാണ് എനിക്കത് മനസ്സിലാക്കി കുറച്ച് അറിയുന്നൊരു അതായപ്പോഴത്തേക്കാണ് എനിക്ക് പറഞ്ഞത് എന്തേ സാറ് എന്തുകൊണ്ടാണ് എന്തേ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. പിന്നെയും ഞാനത് നിർത്തിപ്പോയെങ്കിൽ പിന്നെ ഒരു പക്ഷേ ഞാൻ ഈ ലെവലിൽ എത്തില്ലായിരിക്കാം. അതുകൊണ്ട് എൻ്റെ സാർ അത് നേരത്തെ തന്നെ ഞാൻ എവിടെ എത്തും എന്നൊരു മനസ്സിൽ കണ്ടതുകൊണ്ടായിരിക്കും. അതിനുശേഷം ഞാൻ
പാല അൽഫോൺസ കോളേജിൽ പോയി. അവിടുന്ന് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് റെയിൽവേ ജോലി കിട്ടി. ഇപ്പം ഞാൻ കുട്ടികൾ വിചാരിക്കുക ഇപ്പം എന്താണ് ഞങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയാൻ കാരണമെന്ന്. ഇതാ നിങ്ങൾ ഒന്ന് നിങ്ങളെ തന്നെ നോക്കുക. നിങ്ങൾക്ക് എത്ര സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ നിങ്ങളെ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒന്നുമില്ലാത്ത ഒരു കാലത്ത് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു നല്ല ഡ്രസ്സോ ഇല്ലാത്ത ഒരു വിഷമിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയുള്ള എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുമാത്രം സൗകര്യങ്ങളും എത്രമാത്രം സപ്പോർട്ടുകളും വീട്ടിൽ നിന്ന് അവിടെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അതിനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ലൊരു വിജയം എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പല പരാജയങ്ങളൊക്കെ ഉണ്ടാകും. എത്ര പരാജയങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ നമുക്ക് ഇത്ര സപ്പോർട്ട് നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു വലിയ ഉദാഹരണം കൂടിയുണ്ട്. 2010 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ എൻ്റെ കോച്ച് ഡോക്ടർ നിക്കോളായി സാറായിരുന്നു. ഒരു ബില്ലാറൂസുകാർ കോച്ചായിരുന്നു. ഞാൻ 2005 തൊട്ട് ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു. അപ്പോൾ സാറ് തന്നെയാണ് എന്നെ ശരിക്കും 10,000 മീറ്ററിലേക്ക് ശരിക്കും എൻ്റെ ഒരു ഈവൻ്റ് 10,000 മീറ്ററാണെന്ന് പറഞ്ഞ് എന്നെ അതിലേക്കാക്കിയത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടന്ന സമയത്ത് അവിടെ ഞാനും കവിത റാവത്ത് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ഓടാൻ പോയ സമയത്ത് എനിക്കെന്നെ ഭയങ്കര പനി ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓടണ്ടാന്ന് കോച്ചും പറഞ്ഞു ഓടാൻ പറ്റുമോ, ഓടണ്ടാന്ന് ഡോക്ടേഴ്സും പറഞ്ഞു ഓടാൻ പറ്റിയില്ലെങ്കിൽ ഓടണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എനിക്ക് വേണ്ടി ഓടണമെന്ന് പറഞ്ഞു ഞാൻ ഓടി. ആദ്യത്തെ 15 റൗണ്ട് വരെ ഞാൻ ഓടി. അവരൊക്കെ ഫ്രണ്ടിൽ ലീഡ് ചെയ്താണ് ഓടി. 15 സെഷന് ശേഷം എനിക്ക് ശ്വാസം മുട്ടൽ പോലെ വന്നു. എനിക്ക് ഓടാൻ വന്നില്ല, ബ്രീത്തിങ് പ്രോബ്ലം വന്നു, ഓടാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് അന്ന് ഏറ്റവും ലാസ്റ്റായിട്ടൊന്ന് എൻ്റെ കൂടെ ഓടിയ കവിത റാവത്ത് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രക്കാരി കുട്ടിയാണ്. ആ കുട്ടിയാണെങ്കിൽ ബ്രോൺസ് മെഡലും വന്നു. അപ്പോൾ അത് എല്ലാവരും വലിയ സന്തോഷം ഒക്കെ ആയിരുന്നു ഞങ്ങളത്. അപ്പോൾ ഞാനും കുട്ടിയും കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് കൺഗ്രാസൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ഞാനും അങ്ങ് ചെല്ലുവാണ്. അപ്പോഴത്തേക്ക് എനിക്ക് വലിയ സാറിനെ കണ്ടപ്പോഴത്തേക്ക് കരച്ചിലൊക്കെ വന്നു. സാർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീയാണ് എൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. ഞാൻ ഏറ്റവും പുറകിലാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഫസ്റ്റ് ബ്രോൺസ് മെഡൽ വന്ന കുട്ടിയെക്കാളും കൂടുതൽ സാറ് എന്നെ ആദ്യം വന്ന് കെട്ടിപ്പിടിച്ച് നീയാണ് എൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞു. അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം കൊണ്ടായിരിക്കാം 2010 തന്നെ ഞങ്ങൾക്ക് ഏഷ്യൻ ഗെയിംസ് വന്നു. ഏഷ്യൻ ഗെയിംസിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എനിക്കൊരു ഗോൾഡ് മെഡൽ കിട്ടി, ഒരു സിൽവർ മെഡലും കിട്ടി. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ആ കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ സ്റ്റോപ്പായി നിർത്തേണ്ടി ഒരു സാഹചര്യം ചിലപ്പോൾ വന്നിരിക്കാം. എന്നുവെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഒരു കളിയാക്കൽ ഒരു ഫീലിംഗ് തന്നെ വന്നു. പക്ഷേ ആ സാറിൻ്റെ ഒരു വാക്കും എൻ്റെ ബാക്കി കോച്ചസും എൻ്റെ വീട്ടിൽ അമ്മയും ചേട്ടനും തന്ന സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് ഏഷ്യൻ ഗെയിംസിന് മെഡൽ വരാൻ കഴിഞ്ഞതും അർജുന അവാർഡൊക്കെ ലഭിച്ചതൊക്കെ. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരിലും പല കഴിവുകളുണ്ട്. ആ കഴിവുകളെല്ലാം പൂർണ്ണമായും നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്നും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു വുമൺ എംപവർമെൻറ്റ് നമുക്ക് തുടങ്ങുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമായ അവളുടെ കഴിവുകൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു നിലയിൽ എത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം കിട്ടിയത് കൊണ്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന എനിക്ക് നല്ലൊരു കുടുംബത്തിൽ തന്നെ. ഞാനിപ്പോൾ പാലക്കാട് റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഡോക്ടറാണ്. ഇതെല്ലാം കിട്ടുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും ഓരോരുത്തരും തന്ന ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടുകളും എല്ലാം നിങ്ങളുടെ കഴിവുകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി നമുക്ക് പറ്റുന്നത് നമുക്കെല്ലാം സാധിക്കും. അത് കിട്ടും. അതിനായിട്ട് പരിശ്രമിച്ച് ഏറ്റവും നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നന്ദി. Namaskar. The person influenced you the most and the woman influenced you the most are the same in my case, and the easiest and the only one choice in my case is my mother. It is not that emotional uprising because I lost my mother few months back, and still the loss is haunting me, and the desperation of emptiness
and helplessness is still have taking a toll on me. But beyond that, not only because when this particular request came from Gayatri Madam that I have to speak out regarding the woman influenced you the most. At this particular age, particularly my age, even though the eyesight is coming down and the sharpness of your ear is also falling because of age, but the twilight as the inner vision, it becomes more brighter when especially about you go down the memory line and certain images, certain frames which have certain value, reference and relevance in your life, which are more brighter than earlier at this particular age, which is very very surprising, very miraculous, because people complain about memory loss, but at this particular age certain areas become brighter, especially about certain incidents happened in your life, and when you have an introspection about that too, an impartial and honest, definitely true to yourself, if you can do that, if you are honest enough, at least honest to yourself, you can do that. One thing which has struck me is I am my mother. It is not like my mother, or it is not a part of my mother. 100% I am my mother. This particular realization came very late, but by that time those moments are gone, and my mother had gone to that particular stage where she does not remember anything, or she cannot recognize anybody, including me myself. So still now, when this is a topic to ponder over, what I could find out is you can't call it as genetics, that where the offsprings have the genetical traits of their parents, but beyond that, this is now I suddenly realized that I am more than or just like a photocopy of my mother. I don't know whether in looks whether it is like that, I don't know, but still, because at very tender age, when and as an adolescent or something like that, I used to dislike certain personality traits, characteristic traits, certain behavioral pattern of I didn't like her. Even I used to get angry about my mother, and I used to try to correct herself on more than one occasion. But now very definitely to my displeasure, but now I also feel like I am at situations exactly I am behaving like my mother. So I know that I have no escape. I can't run away from my mother, because she had a very strong influence on me, because starting from the verbatim what we say, that my mother have her own the typical Kilimanur slang, or rather that area, but locality. And when I used to go to colleges then for jobs and all, because people get slightly amused by this particular slang, or the phrases, proverbs, or the
the phonetics, what you can say, and people nowadays, make mockery of Trivandrum slang, especially in films and all. But exactly that is the way in our area, Kilimanur and nearby areas, we used to speak. May not be that not exactly the same tune or rhythm or some may not be there, but definitely when I thought that used to go outside and all, when you used to see that other people are using more like very newsprint like languages and newsreader like their language and all. But now whenever I am not with any with any inhibition or not with any sort of artificial situation, my spontaneous or my innate urge is to speak in that same language, exactly like my mother, or the same words she used repeated, the proverb she used to say. And maybe other people around me may be making fun of me because of this particular style or anything. But now I know, when I am alone, when I am in my natural self, I used to speak the same way my mother used to speak. So starting from, because that mother tongue, even though it is not about that particular name of the language, it's about that style, the speaking style, the vocabulary, the slang, the colloquial, we say the language we speak, we use, etc. It's like that. So starting from there, just like how you react on a particular situation, how you approach. Because many of my good friends are here, they used to sometimes out of our what we can say proximity or closeness, or rather frankly, they used to come and say that, sir, you want things to get things done at the earliest, you don't want to wait till last minute, or you are driving us like that. It is exactly because of the influence of my mother. She used to get things done from us like that only. She never wanted to get things delayed or get things to be kept for the last minute or anything like that. It may have its own plus and minus, but thing is, why I am behaving like that, I would like to tell that it is the influence of my mother. So like that, the attitude towards life, definitely, if at all I'm telling, because I don't know, because it's other person to judge me. I am no, because if at all I will be doing it, it will be having some sort of selfish, motives in that particular thing also, because we are all not reach that level of detachment to judge yourself with an impartial eye or anything like that. But still, if at all I have got any values, these values are injected to me, or rather what you can say, infused to me with that breast milk what she has fed me. So that is why, so whatever the values, your values may be different from mine, or it may be contradictory to each other, but still I am telling you, it has got she has got a tremendous influence in me, in shaping me, in structuring me, and in mentoring me. And just like I told, beyond that, I am what she is, or she was what I am today, or something like that. So because that person influenced me, that the woman influenced me, happens to be my mother. I know that not only in my case, in great many cases it will be the same. It may be the same, it must be the same, but still I don't know whether it is now it's a personal pride, or a sense of loss, or some sense of repentance or regret. I don't know. I pay tribute to my mother, but I am so happy to share this particular inner self of mine
to you in this particular medium, and to all mothers. Even a 5-year-old girl is a mother. What I feel is because every girl child is born with that maternal feeling inside her, which a gent or a male person can never attain, or can never imbibe in that particular way. So a great salute to all women, because all women are mothers, mentally at least. So on behalf of Kendriya Vidyalaya SAP family, in the capacity of principal of Kendriya Vidyalaya SAP Parakada, I wish you all the best regards and greetings of International Women's Day, March 8th. Thank you. Respected colleagues and my dear students, as we are celebrating the International Women's Day, I consider it as an occasion to recollect the help and support rendered by many of them for my personal and professional growth and development. All the respectable women who were closely part of my life, biologically, personally and professionally, always provided me a lot of love, help and support in all my needs and necessities. My mother, whom I always remember for her selfless service and hard work, discipline, her ability to manage various situations related to home and children very amiably and amicably. She always corrected and guided me through the most acceptable path according to her. My sister also motivated me always with her modest behavior and excellent academic achievements. Now the same help and support is continued through my beloved wife, who is standing with me both in my good times and bad times, and my daughter, who is my light and eye to the needs and expectations of the younger generation. But if I need to say about a personality who inspired me, especially in my career as a teacher, it is my mother's elder sister, who is a Catholic nun, Sister Jocelyn, whom we call fondly as Kochandi. Apart from having the love, care and concern of my mother and sister together, she was influential in my professional choice and progress. She used to be the principal of CBSE schools for so many years at different parts of North India as part of the mission assigned by her congregation. I also worked under her as a teacher in the initial years of my career. The amount of love and appreciation she enjoyed among her students and parents, as well as in the society, from people of different status, was truly inspirational. Her ability to approach problems positively and find out the best possible solutions with the most accurate and fruitful approaches and interventions was really admirable and adoptable. The ease with which she could interact with people, especially the underprivileged, laborers, economically weaker sections, etc., and her efforts to help and support such people really surprised me as an observer many times. Even at this time, when she is in her 70s, she could complete the construction of a new school at a remote village of Maharashtra, which is the latest among many such schools constructed with her efforts, hard work and ability to mobilize resources. She is a person who actually worships work and service. She has been a true model for many educators and motivation for generations of students. I love all these wonderful ladies for what they have been to me all these years. And I wish all my dear colleagues, students, and all the wonderful ladies around a very happy and memorable Women's Day. Thank you. The woman that inspired me was definitely my mother. She was kind, loving, and encouraged me
throughout her life. During my studies to become a postgraduate and achieving a respectable job, her contributions can't be mentioned in words. Though she has left this world in this Women's Day, I can surely say that she is still the leading light of my life. Thank you all. Hi everyone. The inspiring lady in my life, I have to change as the superheroines in my life rather, because when I am thinking about the inspiring lady in my life or inspiring woman in my life, the one person that is none other than my sweet mother, who taught me about love, passion, tolerance, etc. But when I am thinking about my family, the person who inspired me a lot, or the true heroine of my dream, is my wife, who suffered a lot, faced a lot of things, but still with the whole enthusiasm or with whole optimism, she's supporting me in my life. So on this Women's Day, I am dedicating, or I am praying for their well wishes or for their well future. Thank you. Hi everyone. As we all know, behind the success of every man, there will be a woman behind. In my life also, there is one person who guided me, inspired me and rather ignited me. That is none other my mother, Mrs. Sunidhi. In my all endeavors, my leading light is her vision, her ambition, rather her guidance. So I dedicate this day on her. Thank you. As a part of this Women's Day celebration, I am going to say the women who inspired me or influenced me in my life. There are many. There are many who, starting from my mother, my friends, teachers and colleagues. There are many women who influenced me in my life at different situations. But today I am going to say 3 to 4 names that is very influenced me. First one is about my mother. Just now also I just passed through the COVID-19. So that time also she treated me like a 3-year or 4-year boy. And next one is my grandmother. Her name was Kuttiyamma. She was not illiterate, but she don't know how to read, write or anything. And when I was studying in class 7th, she passed away also. But still I remember many things, especially many proverbs, what she told to me. And I studied about pressure in class 9th, and I understood about word pressure when I was studying in BSc Physics. But the practical applications or what in our daily life that I got from her before she is passed away. And I heard about time dilation from her. She told me some stories. From that stories I heard about the time dilation, means Albert Einstein's time dilation. So that kind of knowledge was there. So many things still I am following many things which she told to me. So next one, my wife Kirti. She also helped me for improving my career. So due to her only now I was a KV teacher. One more name, my maths teacher. She taught me maths in class 10th. She identified me, or she found out me that I am capable for doing mathematics and science. So that is why I took science and I studied mathematics and I became a
student, means an average student. So before she was identifying me, I was considered as a below average student. So on this occasion, I wish a very happy Women's Day to all of you. Thank you. अंतर्राष्ट्रीय महिला दिवस के अवसर पर दुनिया के समस्त नारियों को मेरी ओर से बधाइयाँ। मुझे यह बताने में बहुत गर्व की बात है कि मेरे जीवन में बहुत ज़्यादा प्रभावित सकारात्मक व्यक्तित्व मेरी पत्नी श्रीमती मंजूषा है। वो केरल सरकार के स्वास्थ्य विभाग में स्टाफ नर्स है और उसके साथ साथ वो हमारे परिवार के सभी सदस्यों और अन्य लोगों को ठीक तरह से संभालती है। वो स्टाफ नर्स होने के नाते और अपना कर्तव्य बहुत दायित्व के साथ वो निभाती है। वो सदा समाज के लोगों से बहुत सहानुभूतिपूर्वक व्यवहार करती है। समाज के लोगों की सेवा वो अपना कर्तव्य मानती है। मैं अपनी पत्नी पर बहुत गर्व करता हूँ क्योंकि वो मुझे कभी कभी सही राह दिलाने में मदद भी देती है। धन्यवाद। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാധാരണഗതിയിൽ KVയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇന്ന് മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രേരണയായിട്ട് നിന്നിട്ടുള്ളത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 2 സ്ത്രീകളാണ് ലോക വനിതാ ദിനത്തിൽ ഞാൻ സ്മരിക്കുന്ന 2 സ്ത്രീകളെയാണ്. ഒന്ന് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയെ ആദ്യം പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് മാതൃഭാഷയായിട്ടുള്ള മലയാളം ഞാനിത് ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം പ്രേരണ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അമ്മയെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കും എന്ന് പലപ്പോഴും നമുക്ക് അതിനുള്ള വാക്കുകൾ കിട്ടില്ല. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അമ്മ എന്നെ എന്ത് രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പ്രേരണ ചെലുത്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ പഴയ TTC ആണ്, ഹിന്ദി TTC പാസ്സായ ആളാണ്. അമ്മയുടെ ഏറ്റവും ഇഷ്ട വിഷയം എന്ന് പറയുന്നത് ഹിന്ദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം എനിക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ള വിഷയമായിരുന്നു. എൻ്റെ പഠന സമയത്ത് ഏറ്റവും അധികം ഇഷ്ടമുള്ള വിഷയമായിരുന്നു ഹിന്ദി എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും ഹിന്ദിയിലാണ്. കാരണം ഹിന്ദിയോടുള്ള പ്രണയം എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയത് അമ്മ ഹിന്ദിയെ അത്രയും അധികം പ്രണയിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ അമ്മ പണ്ടുകാലത്ത് കവിതകൾ എഴുതുമായിരുന്നു. ആ കവിതകൾ എന്നെ പാടി കേൾപ്പിക്കുമായിരുന്നു. ഏതൊക്കെ കവിതകളാണോ അമ്മ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അമ്മയെ പാടി കേൾപ്പിച്ചിട്ടുള്ളത്, അതെല്ലാം തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് പാടിത്തരുമായിരുന്നു. അത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ അമ്മയുടെ അടുത്ത് ഞാൻ പറയും ആ പാട്ടുകൾ പാടാനായിട്ട്. ആ പാട്ടുകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. ഈ പാട്ടുകളെല്ലാം തന്നെ എൻ്റെ മകൾക്കും അറിയാം. കാരണം കിടക്കുന്നതിന് മുന്നേ അവൾക്ക് ഞാനത് പാടി കേൾപ്പിക്കാറുണ്ട്. ഞാനൊരു ഗായകനൊന്നുമല്ല, എന്നാലും എൻ്റെ അമ്മയും ഒരു ഗായികയല്ല.
എന്നാലും ഞാൻ പാടി കേൾപ്പിക്കാറുണ്ട്. ഞാൻ പാടി കേട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചതുപോലെ തന്നെ എൻ്റെ മകളും ആ പാട്ടുകളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അമ്മ TTC ആയതുകൊണ്ടും അല്ലെങ്കിൽ അമ്മ ഹിന്ദി എന്നുള്ള ഒരു പ്രണയം അമ്മയുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടും ഭാഷ എന്നുള്ളത് പഠിക്കേണ്ടത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഏത് വിഷയം പഠിക്കാനും നമുക്ക് ഭാഷ ആവശ്യമാണ്. അത് ഗണിതമായാൽ പോലും മാത്സ് ആയാൽ പോലും നമുക്കൊരു ഭാഷ ആവശ്യമാണ്. ആ ഗണിതം എന്നുള്ള വിഷയമോ അല്ലെങ്കിൽ ശാസ്ത്രം എന്നുള്ള വിഷയമോ നമുക്ക് വേറൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഒരു ഭാഷയുടെ ആവശ്യകതയുണ്ട്. നമുക്ക് ഏതൊരു വിഷയവും എളുപ്പത്തിൽ മനസ്സിലാകുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാരണം അമ്മയുടെ മമതയാണ് മാതൃഭാഷയ്ക്കുള്ളത്. ഇന്നും ഈ 44-ാമത്തെ വയസ്സിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഞാൻ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കും എന്തെങ്കിലും കഴിച്ചോ, ചോറ് തരട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അമ്മയ്ക്ക് അത് ചെയ്യാനുള്ള ഇപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ചോദിക്കും. ചോറെടുത്ത് വച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ചോദിക്കും, നീ കഴിച്ചിട്ട് പോ എന്ന് പറയും. ഒരിക്കലും നമ്മളടുത്ത് വേറൊരാള്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല, വേറൊരാള് നീ കഴിച്ചോ, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കാറില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ അമ്മയെ കാണാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും അമ്മ ചോദിക്കും, നീ വല്ലതും കഴിച്ചോ. അമ്മയുടെ അച്ഛൻ ഒരു ഷെഫായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പറയുന്ന അരിവെപ്പുകാരൻ എന്നാണ്. അതാണിപ്പോൾ ഷെഫായിട്ട് മാറിയിട്ടുള്ളത്. അമ്മയുടെ ഭക്ഷണം എന്ന് പറയുന്ന, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് ഇത്രയും ടേസ്റ്റ് വരാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന, സ്നേഹവും കൂടെ അതിൽ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിറച്ചുകൊണ്ടാണ് നമുക്ക് അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഭക്ഷണം ഇന്നും ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് എനിക്ക് ആ ഭക്ഷണം കിട്ടാറില്ല. പക്ഷേ എനിക്കൊരു ചേട്ടനുമാണുള്ളത്. അമ്മയ്ക്കെന്തോ നമ്മൾ 2 ആൺമക്കളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെൺമക്കളാണ് നമ്മുടെ അന്നത്തെ കാലത്തെല്ലാം ഈ ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പെൺമക്കളാണ്. ആൺമക്കള് കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല. പക്ഷെ എൻ്റെ അമ്മ എന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അമ്മയുടെ കൂടെ നിന്ന് അത് ഞാൻ പഠിച്ചെടുക്കുകയുമായിരുന്നു. പക്ഷെ അത് പ്രയോജനപ്പെട്ടത് അമ്മയ്ക്ക് ചില സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അത് പ്രയോജനപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ വൈഫിനായാലും എൻ്റെ ഭാര്യയ്ക്കായാലും എൻ്റെ മകൾക്കായാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ കാര്യം ഞാൻ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആരും കഴിച്ചു. അതിനുള്ള ടേസ്റ്റ്, അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിലും, ഭാഷയോടുള്ള പ്രണയവും അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള പ്രണയവും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ പ്രേരണയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2, സംസ്കൃതത്തിലേക്ക് വരാനുള്ള കാരണമൊന്നുമില്ല.
എങ്ങനെയോ സംസ്കൃതത്തിൽ എത്തിപ്പെട്ട ആളാണ് ഞാൻ. ഒരിക്കലും ഞാൻ സംസ്കൃതം പഠിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു സംസ്കൃത അധ്യാപകനാകുമെന്നോ വിചാരിച്ച ഒരാളെയല്ല. നിങ്ങളെപ്പോലെ തന്നെ സംസ്കൃതം സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം ബലദേവാനന്ദസാഗരാഹ പ്രവാചക ബലദേവാനന്ദസാഗരാഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ റേഡിയോ ഓഫ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ 2 വാക്യങ്ങൾ മാത്രമേ എനിക്ക് സംസ്കൃതത്തിൽ ഓർമ്മയുള്ളൂ. കാരണം ദിവസവും രാവിലെ റേഡിയോ വയ്ക്കുമ്പോൾ അച്ഛന് എപ്പോഴും രാവിലത്തെ വാർത്ത കേൾക്കണം. വാർത്ത കേട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ഇതാണ്, സംസ്കൃത വാർത്താഹ ശ്രൂയന്താം പ്രവാചകാഹ ബലദേവാനന്ദസാഗരാഹ. അത് കേൾക്കുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുകയും ചെയ്യും. അതെൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള കാരണം. ഒരു ഭാഷയോടുള്ള ഒരു പ്രണയം അത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷെ ആ ഭാഷയിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ ഭാഷയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം എൻ്റെ അച്ഛനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ BA-ക്ക് ചേരാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അച്ഛൻ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർക്കുകയും അവിടെ സംസ്കൃതവും എക്കണോമിക്സും പൊളിറ്റിക്സും മെയിനായിട്ടുള്ള 3 മെയിനായിട്ടുള്ള 3 മെയിൻ BA ആയിരുന്നു ഞാൻ ചെയ്തത്. അതിൽ ഏത് വഴിക്ക് വേണമെങ്കിലും എനിക്ക് പോകാമായിരുന്നു. അതായത് സംസ്കൃതത്തിലേക്ക് പോകണമെങ്കിൽ പോകാം, എക്കണോമിക്സ് എടുത്ത് പോകണമെങ്കിൽ പോകാം, പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് വേണമെങ്കിൽ പോകാം. പക്ഷെ അന്ന് ഒരു ടീച്ചർ, അതാണ് എൻ്റെ 2ാമത്തെ വ്യക്തി, എന്നെ പ്രേരിപ്പിച്ച, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച 2ാമത്തെ വ്യക്തി ഒരു ലേഡി എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് 2ാമത്തെ വ്യക്തിയാണ് എൻ്റെ ടീച്ചർ പത്മകുമാരി ടീച്ചർ. പത്മകുമാരി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയെപ്പോലെ തന്നെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, സംസ്കൃതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംസ്കൃതം വ്യാകരണം എന്ന് പറയുന്ന വിഷയം വളരെ വാത്സല്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു ടീച്ചറാണ് പത്മകുമാരി ടീച്ചർ. ആ ടീച്ചറിനെ ഞാൻ ഈ ലോക വനിതാ ദിനത്തിൽ ഓർത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഗുരുനിന്ദയായി പോകും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഉറപ്പായിട്ടും അത് അങ്ങനെ ആകുകയുള്ളൂ. മാഡം എന്നെ ആ സംസ്കൃതം വ്യാകരണം പഠിപ്പിച്ച ആ ഒരു രീതി എന്നോട്, അല്ലെങ്കിൽ എന്നോട് മാത്രമല്ല നമ്മുടെ ക്ലാസ്സിലെ എല്ലാവരോടും കാണിച്ച ആ ഒരു വാത്സല്യത്തോടു കൂടി സംസ്കൃതം വിളമ്പിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സംസ്കൃതം വ്യാകരണം എന്ന് പറയുന്ന വിഷയം വിളമ്പിയത് കൊണ്ടാണ് സംസ്കൃതം വ്യാകരണം എടുത്ത് MA എടുക്കാനും അതിൽ PhD എടുക്കാനും എനിക്കൊരു പ്രേരണയായിട്ട് നിന്നത്. ഈ ലോക വനിതാ ദിനത്തിൽ ഇവർ 2 പേരെയും ഞാൻ ശിരസ നമിക്കുന്നു. ഇവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഉറപ്പായിട്ടും അമ്മയെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് തന്ന ഒരു വ്യക്തിയെയും നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ 2 വ്യക്തികളെയും ഞാൻ ഈ ലോക വനിതാ ദിനത്തിൽ സ്മരിക്കുകയാണ്. 2 പേരെയും 2 പേർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വനിതകൾക്കും, ലോകത്തിലുള്ള എല്ലാ വനിതകൾക്കും, അവർ ഒരിക്കലും പിന്നിലല്ല. ഒരു പുരുഷന്റെ പിറകിലുള്ള ശക്തി എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അത് മുന്നിലുള്ള ശക്തിയായിട്ട് മാറാൻ എല്ലാ വനിതകൾക്കും സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വനിതാ ദിനത്തിൽ, എല്ലാ വനിതകൾക്കും, എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Dear friends, it doesn't matter whether a person is carrying an ultra-luxury brand like Louis Vuitton or Gucci handbag or a Montblanc pen, but his or her simple and honest approach towards others. Today I am going to talk about a woman who had a deep impact on me, a teacher who taught me maths when I was in class 2. Her name is Mrs. Tanga. She belonged to a Tamil Brahmin family and she
talked in a combination of English, Tamil, and Malayalam. Thangan teacher, as we fondly called her, was a wonderful teacher like any other great teacher. She was down to earth, humble with her simple and austere appearance. It was from her that I learned the basics of simplicity. Like Saint Sandipani, Thangan teacher never compartmentalized students. For her, all the students were equal and the topics were not the first among the equals. In a pride of the victory of her students, she always said, "Idam na mama, this is not mine." I conscientiously follow the footsteps of my teacher. Our scriptures say, "Yatra naryastu pujante ramante tatra devadaha." The gods will be pleased where women are respected. On this International Women's Day, I wish my very best to the motherly hearts of KVSAP. Thank you. Namaste, this is Rajesh Kumar GC. I am going to say a few words on the woman who inspired my life. I am going to mention a great advocate, politician, and a human being, Srimati Sushma Swaraj. There was an incident in Kerala in 2003. 2 AIDS-infected children from Kerala were thrown away from a school, and the parents of other children are not allowing them to enter or even enter in the campus itself. The matter reached the then Health Minister of India through the MPs. The minister was Srimati Sushma ji. She directly came to the home of that AIDS infected children, one boy and one girl, and she hugged them, and she met the press and had a speech also. She said AIDS is not spread by mere touch or even hugging, and it was a great news for the next few days. Health Minister of India came to a rural village and hugged two children who's infected with AIDS and all, and it gives wide publicity, and many of the people, even film stars, social workers, even sports stars, all came to protect them, and they all offered help and support to the destitute children. As a result, they are again allowed to attend the school, and they are provided with a monetary benefit from the government or even from some agencies. And it is because of the kind gesture shown by Sushma ji. Later, when she became the Minister for Foreign Affairs, she acted as a rescuer in chief for Indians. There is a Malayalam movie named Take Off. Actually, this is saying the story of 42 nurses who were trapped in Tikrit, I think a desert in Iraq. And one aircraft went from India to rescue these nurses from Iraq, but unfortunately it couldn't land there. So the matter, it is a serious one. So the then Chief Minister of Kerala, Sri Umman Chandi sir, he directly contacted Sushma ji, the Foreign Affairs Minister of that time, and at the midnight itself she cleared all the problems through the diplomats, and she given reply to our Chief Minister Sri Umman Chandi sir at that time. So later, when the incident is become film, the producer of the film, Sri Ando Joseph, went to Umman Chandi sir and asked, "Sir, may I put your name on the opening credits? May I show the name?" So Chandi sir replied, "Okay, you can show my name, but only beneath the name of Srimati Sushma Swaraj."
that was Sushma ji. And later, she rescued more than 2,000 people, I think it is, from Yemen and such countries, around 40 countries, I think. So that was called Rahat. It was a great mission undertaken by Sushma ji without thinking about caste, creed, color, whatever it is. She is not taking care of, and she is only caring about Indians. Namaskar. I am Jitendra Kumar Verma, TGT SST. My inspiration is my mother, Mrs. Geeta Verma. I have learned so many things from my mother and still learning from her. She is hardworking, patient, takes care of others, and never gives up. Whenever I feel that I am weak or I can't do, she is there to support me. At last, I would like to say that what I am now is only because of my mother. Happy Women's Day to all. नमस्कार। अंतर्राष्ट्रीय महिला दिवस पर सभी महिलाओं को मेरी शुभकामनाएं। इस पावन अवसर पर मुझे ये बताने में गर्व है कि मेरे जीवन में बहुत सकारात्मक व्यक्तित्व मेरी पत्नी श्रीमती जूडी का है। वह एक अध्यापिका है। वह समूह में एक विशेष स्थान रखती है। अध्यापन कार्य के साथ साथ वह मेरे सभी सदस्यों का निष्ठापूर्वक देखभाल करती हैं। वह समाज के प्रति एवं परिवार के प्रति अपने कर्तव्यों का पालन करती हैं। मैं अपनी पत्नी के समर्पण भाव से पूर्ण रूप से प्रभावित हूँ। मुझे अपनी पत्नी पर गर्व है। धन्यवाद। विना स्त्रिया जननम नास्ति, विना स्त्रिया गमनम नास्ति, विना स्त्रिया सृष्टि एव नास्ति. Yes, this quote tells us the importance of women in everyone's life. They are not just part of our life, they are our life. As we say that behind every successful man there is a woman. In my life also there are two women. One is my mother and my sister who inspired me and who have been inspiring me. My mother, she educated me, she gave me everything, and in every aspect of my life she was there as a support. And my sister, she became a mother with her loving and caring and motivating in my life. And both of them inspired me a lot, and they are still inspiring. And on this International Women's Day, I want to express my gratitude to them from the bottom of my heart. I thank them very. कहते हैं कि अगर आपके मकान की नींव अच्छी है तो आपका मकान हर तूफान में खड़ा रहेगा। मेरे इस जीवन रूपी मकान की नींव बहुत मजबूत है, क्योंकि उसे रखने वाली मेरी माँ, मेरी बहनें हैं। एक महिला है। एक महिला बहुत मजबूत होती है, ये मैंने अपनी माँ से जाना है। मैंने कभी मेरी माँ को टूटते हुए नहीं देखा। मैंने पिताजी को भी कभी टूटते हुए नहीं देखा, लेकिन माँ जितना मजबूत पिताजी को नहीं देखा। मेरी माँ ये नहीं जानती थी कि क्या पढ़ाना है, लेकिन वो ये जानती थी कि कैसे पढ़ाना है। उन्होंने मेरी बहनों के द्वारा मुझे पढ़ना सिखाया, मेरी पढ़ाई में रुचि जागृत की, और जीवन के हर मूल्य मेरी माँ ने, मेरी बहनों ने सिखाए। मैं ये नहीं कहता मेरे पिताजी ने नहीं सिखाए, लेकिन सबसे ज़्यादा मेरी माँ ने सिखाए। उनका स्थान बहुत ऊंचा है, और ना सिर्फ मेरे जीवन में, हर व्यक्ति के जीवन में उसकी माँ का स्थान, उसकी बहन का स्थान बहुत ऊपर होता है। हम भारतीय हैं और हमारे खून में ये है कि नारी के सम्मान में तलवारें तक उठ जाती हैं। तो इस अंतर्राष्ट्रीय महिला दिवस के अवसर पर
सभी महिलाओं को शत शत नमन। और कुछ महिलाएं जो दबी कुचली रह जाती हैं, उनके लिए सिर्फ 2 लाइनें कहूँगा कि अपनी ताकत को पहचान। लोग कृष्ण से पहले राधा का नाम लेते हैं, अब तो अपनी ताकत को पहचान। नमस्कार। यत्र नार्यस्तु पूज्यन्ते रमन्ते तत्र देवता, यत्रास्तु न पूज्यन्ते सर्वस्त्र फल क्रिया। अर्थ जहाँ पर स्त्रियों की पूजा होती है वहाँ देवता रमते हैं, जहाँ उनकी पूजा नहीं होती वहाँ सब काम निष्फल होते हैं। अर्थात हमारे जीवन में महिलाओं का बड़ा योगदान है, चाहे वो माँ के रूप में हो या दीदी के रूप में हो या दादी के रूप में हो या चाची के रूप में या फूआ या बुआ के रूप में, जो भी हो, लेकिन महिलाओं का योगदान होता है। आज मैं जो भी हूँ, जिस लायक भी हूँ, इसमें हमारी माँ का बहुत बड़ा योगदान है, क्योंकि माँ ही सबसे पहली वो टीचर होती है जो अच्छे और बुरे का ज्ञान देती है। और हमारे दादाजी ने बताया कि यदि एक महिला शिक्षित हो तो पूरे समाज को वो शिक्षित कर सकती है। ये जो बिलिंग पावर है, ये जो सोच है, ये सिर्फ महिला ऐसा कर सकती है। इसलिए हमें महिलाओं का रिस्पेक्ट करना चाहिए, ना कि सिर्फ वुमेंस डे पे। मुझे या आप सबको साल के 365 दिन उन्हें रिस्पेक्ट देनी चाहिए, चाहे वो किसी भी रूप में वो हो। उन्हें अनादर के भाव से नहीं देखनी चाहिए, ना उन्हें अनादर भाव से बोलना चाहिए, उन्हें रिस्पेक्ट देनी है। क्योंकि मैं स्टार्टिंग में ही बताया कि जिस घर में स्त्रियों का सम्मान नहीं होता, उस घर में सुफल कुछ नहीं हो पाता, अर्थात कुछ अच्छा नहीं होता। इसलिए हमें रिस्पेक्ट देनी है। थैंक यू। എൻ്റെ പേര് ഗോപി കൃഷ്ണൻ, ഞാൻ താമസിക്കുന്നത് കുടപ്പനക്കുന്നിലാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. എൻ്റെ ഗ്രാൻഡ് മദറുടെ പേര് ശാന്തകുമാരി അമ്മ.